ബഹുമാനപ്പെട്ട അധ്യക്ഷ, ആദരണീയരായ ഞങ്ങൾ കലാകാരെ പ്രാപ്തമാക്കി സിനിമയിലേക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിവ് പകർന്നു തരുന്ന സംവിധായകന്മാർ, ഞങ്ങളുടെ ഈ സിനിമയിലെ കുടുംബസ്ഥൻ എന്ന സിനിമയിലെ സംവിധായകൻ രാജേഷ്, പ്രസന്ന എന്നെ തേടി മലയാളത്തിലെത്തി. ഒരമ്മ വേണം. അവിടെ വന്ന് എന്നെ കണ്ടപ്പോൾ എൻ്റെ കഥാപാത്രം ആപ്റ്റാകുന്നു തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരിഷ്ടം തോന്നി. അപ്പോൾ രാജേഷ്, ശരത്ത് വന്നില്ല അല്ലേ, ശരത്ത് എന്നെ ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്ന്. എനിക്ക് തമിഴ് വളരെ പ്രയാസമായിരുന്നു, എങ്കിലും പറഞ്ഞു തന്നു. ഒരുവിധം പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങളുടെ ഒരു സിനിമയ്ക്ക് കഥാകൃത്ത് മെയിൻ ആളാണ്. കാരണം തൂലികത്തുമ്പിലൂടെ എഴുതി വെക്കുന്ന നല്ല കഥ, നല്ല കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സംവിധായകന് അതിന് ജീവൻ പകർന്നു കൊടുക്കാൻ പറ്റൂ ആർട്ടിസ്റ്റുകൾക്ക്. അതുപോലെ തന്നെ കുറേ ആർട്ടിസ്റ്റുകളുടെ ഹാർഡ് വർക്ക്, കഠിനാധ്വാനം കൊണ്ടാണ് ഒരു സിനിമ തിയേറ്ററിലെത്തുന്നത്. ടെക്നിക്കൽ സ്റ്റാഫുകളുടെയും അതിൻ്റെ ഫുഡ് പ്രൊഡക്ഷൻ മുതൽ ഡ്രൈവേഴ്സ്, പിന്നെ പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. കാരണം സാമ്പത്തികമുണ്ടാകണം, ഇല്ലെങ്കിൽ പാതി വഴിക്ക് നിന്നു പോകും. ഒരു കലാകാരനോ കലാകാരിക്കോ അഭി എന്നാൽ മുന്നോട്ട് എന്ന സംസ്കൃത പദമാണ്. മുന്നോട്ട് നയിക്കുക എന്നാണ് അഭിനയം എന്ന വാക്കിൻ്റെ അർത്ഥം. എനിക്ക് കിട്ടിയ അറിവാണ്, അതിലും നല്ല അറിവുകളുണ്ടാകാം. അപ്പോൾ നാം ഒരു അഭിനേത്രിയോ അഭിനേതാവിനെയോ സംബന്ധിച്ചിടത്തോളം എവിടെ വരെ പോകും? ബിറ്റ്വീൻ ദ ഓഡിയൻസ് ആൻഡ് ആക്ടേഴ്സ് ഓൺലി. ഓഡിയൻസിൻ്റെ മനസ്സിലും കണ്ണിലും വരെയാണ് ഞങ്ങളുടെ യാത്ര. ആർട്ടിസ്റ്റുകളുടെ അവരാണ് തീരുമാനിക്കുന്നത്. അവരുടെ പ്രതികരണമാണ് നമ്മുടെ അവാർഡ്, ഓഡിയൻസിൻ്റെ. അപ്പോൾ എനിക്ക് എൻ്റെ സഹപ്രവർത്തകർ നിവേദിത, മണികണ്ഠൻ, മമ്മി എന്നാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കൂടെ കൂട്ടായ്മയ്ക്ക് ഒരു പടം ഇത്രയും വേഗം ഇറങ്ങാൻ